അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നിരിക്കുന്ന കുറേ കുർത്തീസിൻ്റെ അസോർട്ടഡ് ആയിട്ടുള്ള കളക്ഷൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് കൊണ്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ്. ഇത് ആക്ച്വലി ഒരു 6 പാനൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു എയർലൈൻ ടോപ്പാണ്. പക്ഷേ താഴേക്കായിട്ട് സൈഡായിട്ട് സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റും ഉണ്ട്. ഇതിൻ്റെ യോക്ക് പോർഷനിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാച്ച് അറ്റാച്ച് ചെയ്ത് അതിനകത്തേക്ക് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. അതേപോലെ ഫാൻസി മിറേഴ്സിൻ്റെ ഒരു ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ട് ആപ്ലിക് വർക്കും ആ സെയിം തന്നെ പാച്ചും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊരു പാറ്റേൺ ആണ്. നമുക്ക് ഒരു സമ്മർ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും കൂടിയാണ്. പ്യുവർ കോട്ടൺ ആ ഫാബ്രിക് കേട്ടോ. വേറെ കുറേ കുർത്തീസും കൂടെ വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. അതും കൂടെ കണ്ടുപോകാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മളൊരു ചെക്ക് പാറ്റേണിലേക്കാട്ടോ. അതിനകത്തേക്ക് ബ്ലോക്ക് പ്രിന്റും കൂടെ വന്നിരിക്കുന്നത്. ടോപ്പ് ഇതും നമ്മളൊരു സ്ട്രൈറ്റ് കട്ട് പാറ്റേണിലേക്കാണ്. വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം ഇതെല്ലാം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഇട്ടെൻ്റെ ലാർജ് ആയിരുന്നു ഇട്ടത്. ഇതിപ്പോൾ ഞാൻ XL യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈസിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് സ്ട്രൈറ്റ് കട്ട് പാറ്റേണിലേക്കുള്ള അൻവിറ്റയുടെ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളറിലേക്കാണ്. സിമ്പിൾ ആയിട്ട് ഒരു വീനൊക്കെ ഇതിന് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വീവ്ഡ് കോട്ടൻ്റെ ഒരു പാച്ച് ഇതിൻ്റെ നെക്ക് ലൈനിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ സ്ലീവിലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് പോലെ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ട് സ്ട്രേറ്റ് കട്ട് പാറ്റേണിലേക്ക് ആയതുകൊണ്ട് തന്നെ സൈസ് ആയിട്ട് നോക്കിയിട്ട് ഒരു സൈസ് വലുതെടുക്കുക. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് അൻവിറ്റയുടെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കോട്ടൺ ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീൽ ഗ്രീനും ബോട്ടിൽ ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാണ്. അതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളറിലെ ഒരു പ്രിന്റുകളാണ് വന്നേക്കുന്നത്. ഈ ഒരു വീനെക്ക് പാറ്റേണിലേക്ക് കൊടുത്തിട്ട് ലേസിൻ്റെ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഇവിടേക്കായിട്ടും റണ്ണിങ് സ്റ്റിച്ചും ഉണ്ട്. അതേപോലെ തന്നെ ലേസ് വർക്കും കൂടെ വരുന്നുണ്ട്. ടോപ്പിന് വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ലൈൻ കട്ടിങ് കൊടുത്തിട്ട് താഴേക്കായിട്ട് സ്ലിറ്റും കൂടെ വരുന്നുണ്ട്. വിതൗട്ട് ലൈനിങ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മെറൂൺ കളറിൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പോലെയുള്ള ബോട്ടം വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡാർക്ക് മസ്റ്റർഡ് യെല്ലോ കളറിലേക്കാട്ടോ. ഒരു കോളർ നെക്ക് പാറ്റേൺ ഒക്കെയാണ്. 6 പാനൽസ് ചെയ്ത് വന്നേക്കുന്ന ഒരു എയർലൈൻ ടോപ്പ്. ഈ ടോപ്പിന് ഇതേപോലെ തന്നെ വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലാർജ് സൈസ് തന്നെയാണ്. അതേപോലെ ഇവിടേക്കായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു 2 കളേഴ്സ് റാണിക്കും ഞാൻ ഗ്രീൻ കളറിലേക്കുള്ള ത്രെഡ് എംബ്രോയിഡറിയും കൂടെ വരുന്നുണ്ട്. സിമ്പിൾ പാറ്റേൺ ആണ്. പക്ഷേ നമുക്ക് ഡെയിലി വെയർ ക്യാഷ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. ഈ അൻവിറ്റയുടെ കുർത്തീസ് എല്ലാം നമ്മൾ റെഡി ടു ഡിസ്പാച്ചിലേക്കുള്ള പ്രൊഡക്റ്റുകളാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.